ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ കുറച്ച് പോർഷൻസ്, അതായത് കുറച്ചുള്ള കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ എന്നുള്ളൊരു പോർഷൻ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ്, അല്ലെങ്കിൽ VSI നമ്മൾ പറയും. ഇപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്? ഇൻ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ലോഡ് വേരി ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിൽ വേരിയേഷനൊന്നും വരുന്നില്ല, അല്ലേ? അതുപോലെ കറണ്ട് സോഴ്സ് ഇൻവേർട്ടറിലാണെങ്കിൽ ഇൻപുട്ട് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ്സ് വൈ ദ നെയിം കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ. അപ്പോൾ നോക്കാം നമുക്ക്. ഇൻ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ the input voltage is maintained constant and the amplitude of output voltage does not depends on the load. അപ്പോൾ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ത്? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇതിലാണ് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സിൽ. ബട്ട് ദ ലോഡ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ലോഡ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൽ ലോഡ് കറണ്ട്, നമ്മുടെ ലോഡ് കൂട്ടോ കുറക്കോ ചെയ്യുന്നതനുസരിച്ചിട്ട് ലോഡ് കറണ്ട് വേരി ചെയ്യും. അതായത് നമ്മുടെ സോഴ്സിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യും. ഇപ്പോൾ ലോഡ് കറണ്ട് വേരി ചെയ്യുമ്പോൾ ഇൻപുട്ട് കറണ്ടും വേരി ചെയ്യും. ഓക്കെ, ഇൻ കറണ്ട് സോഴ്സ് ഇൻവേർട്ടേഴ്സ് അഥവാ CSI, കറണ്ട് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ വേറെ പേരാണ് CSI. അപ്പോൾ ഇൻ കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ ഇൻപുട്ട് കറണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ്. ഇപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ ലോഡ് വേരി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കറണ്ടും വേരി ചെയ്യാറുണ്ട്. ബട്ട് ഇൻ കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ നമ്മൾ എന്ത് ചെയ്തു? ലോഡ് വേരി ചെയ്യുമ്പം ഇൻപുട്ട് കറണ്ട് വേരി ചെയ്യില്ല. ഓക്കെ, അങ്ങനെയുള്ള ഇൻവെർട്ടേഴ്സിനാണ് എന്ത് പറയുന്നത്? കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ഓർ CSI. ഓക്കെ, and independent of load, that is input current is independent of load. അതാണ് അഡ്വാൻറ്റേജ്. ഇനി നോക്കാം ദ DC ഇൻപുട്ട് ടു ദി CSI. അപ്പോൾ കറണ്ട് സോഴ്സ് ഇൻവേർട്ടേഴ്സിലും എന്താണ്? ഒരു DC ഇൻപുട്ട് വേണം, അല്ലേ? ഒരു DC ഇൻപുട്ട് വേണം. അപ്പോൾ ആ DC ഇൻപുട്ട് ടു ദ CSI ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ ഫിക്സഡ് വോൾട്ടേജ് AC സോഴ്സ്. അതായത് ഒരു ഫിക്സഡ് വോൾട്ടേജ് ആയിട്ടുള്ള ഒരു AC സോഴ്സ് എന്നാണ് അത് കിട്ടുന്നത്. എങ്ങനെയാണ്? ത്രൂ എ കൺട്രോൾഡ് റെക്ടിഫയർ ആൻഡ് എ ചോപ്പർ. ഓക്കെ, അല്ലാതെ ബാറ്ററി എന്നൊന്നും അല്ല എന്നാണ് പറയുന്നത്. DC ഇൻപുട്ട് CS. അപ്പോൾ എല്ലാ ഇൻവേർട്ടേഴ്സിനും എന്താണ്? DCനെ AC ആക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് DC എവിടെ നിന്നാണ് കിട്ടുന്നത്? എ ഫിക്സഡ് AC വോൾട്ടേജ് സോഴ്സ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു AC വോൾട്ടേജ് സോഴ്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ACനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈംസിലാണ് CSI ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിക്സഡ് ACനെ നമ്മൾ DC ആക്കും. ഇങ്ങനെ റെക്ടിഫയർ വെച്ചിട്ട് ആ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇൻവേർട്ടർ വെച്ചിട്ട് AC ആക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ACനെ DC ആക്കി പിന്നെ വീണ്ടും DCനെ AC ആക്കേണ്ട കാര്യമില്ലല്ലോ, ഡയറക്റ്റ് AC ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ CSI ഒക്കെ യൂസ് ചെയ്യുന്നത് ഫോർ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ACയുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഡയറക്റ്റ് AC ആണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബട്ട് ഈ ഒരു AC ടു DC ദെൻ DC ടു AC ആകുമ്പോൾ വേറെ പല അഡ്വാൻറ്റേജസും നമുക്ക് കൺട്രോളിങ്ങിലൊക്കെ പോസിബിളാണ്. ഓക്കെ, ആൻഡ് L ഫിൽറ്റർ ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ ദി കറണ്ടിലുണ്ടാകുന്ന റിപ്പിൾസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇൻഡക്റ്റീവ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ആ ഫിഗർ നോക്കാം. ഇതാണ് ഒരു സിംഗിൾ ഫേസ് കറണ്ട് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ ഫിഗർ. അതായത് നമ്മൾ നേരത്തെ എന്തായിരുന്നു? വോൾട്ടേജ് സോഴ്സ് ഡയറക്റ്റ് കണക്ട് ചെയ്തു, ലോഡ്. അപ്പോൾ ആക്ച്വലി വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറും കറണ്ട് സോഴ്സ് ഇൻവേർട്ടറും തമ്മിലുള്ള ഫിസിക്കൽ ലുക്കിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഒരു ഇൻഡക്ടർ, ഒന്നിക്കൽ ഒരു വോൾട്ടേജ് സോഴ്സും ഇൻഡക്ടറും വരക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊരു കറണ്ട് സോഴ്സ് വരക്കാം. ഓക്കെ, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു സീരീസ് റിയാക്ടർ, ഇൻഡക്റ്റീവ് റിയാക്ടറുമാണ്.
അപ്പോൾ ഈ ഇൻഡക്റ്റീവ് റിയാക്ടറാണ്, ഈ ഇൻഡക്ടർ ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സാണ് ആക്ച്വലി നമ്മുടെ ഇൻപുട്ട് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതും ഈ ഇൻവേർട്ടറിനെ കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ എന്ന് പറയാനുള്ള റീസണും. ഓക്കെ, ഇനി നോക്കാം. എ CSI കൺവേർട്ട് ഇൻപുട്ട് DC current ടു AC current at its output terminal. DC കറണ്ടിനെ AC കറണ്ടാക്കി മാറ്റും. ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് AC കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ട്രിഗറിങ് ഓഫ് SCR. നമ്മൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് SCRൻ്റെ ട്രിഗറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ കൺട്രോളിങ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് DC ഇൻപുട്ട് കറണ്ട്. ആ DC ഇൻപുട്ട് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിലും, അത് ഇൻപുട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലും അതേപോലെ റിഡക്ഷനോ ഇൻക്രീസോ ഉണ്ടാവും. എ CSI ഡസ് നോട്ട് നീഡ് എനി ഫീഡ്ബാക്ക് ഡയോഡ് ആസ് ഇൻ VSI. അപ്പോൾ ഒരു പ്രാവശ്യം എന്താണ് കമ്പയർ CSI ആൻഡ് VSI എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ അതിൽ എഴുതാം. പിന്നെ സ്ട്രക്ചർ വരച്ച് വെക്കുക. പിന്നെ എന്താണ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, ഇതിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെയുള്ള പല പോയിൻറ്റ്സും എഴുതി വെക്കാം. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് CSI എന്താണ്? ഞാൻ പറഞ്ഞു നമ്മൾ AC-നെ DC ആക്കി, വീണ്ടും DC-നെ AC ആക്കി. അപ്പോൾ ആക്ച്വലി ഇതൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് AC യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്പീഡ് കൺട്രോൾ ഓഫ് AC മോട്ടോഴ്സ്. അപ്പോൾ AC മോട്ടോഴ്സിൻ്റെ സ്പീഡ് കൺട്രോൾ വേണ്ടിയിട്ടാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഇൻവേർട്ടറിൻ്റെ ഫയറിംഗ് ആംഗിൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഡിഫറെൻറ്റ് വോൾട്ടേജിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കറണ്ട് വേവ് ഫോംസ് ഒക്കെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതുപോലെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് നമുക്ക് പരിചയമാണ്. എന്താണ്? വീട്ടിലൊക്കെ ഇൻഡക്ഷൻ സ്റ്റൗസ് ഉണ്ടാവും. ലാഗിങ് VAR കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ സബ്സ്റ്റേഷനിലൊക്കെ കപ്പാസിറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാറില്ലേ, റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സിങ്ക്രണസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിനൊക്കെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇൻഡക്ടർ നമ്മൾ വോൾട്ടേജ് സോഴ്സാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു ഇൻഡക്ടർ വരച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് 0 കിട്ടും. ഫിഗറിന് 5 മാർക്സ് ഉണ്ടെങ്കിൽ ആ മാർക്ക് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻഡക്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻഡക്റ്റീവ് റിയാക്ടർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻറ്റ് ആകുന്നതും ഈ ഇൻവെർട്ടർ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറായിട്ട് ആക്ട് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഇൻഡക്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാൻ വിട്ടുപോകരുത്. ഓക്കെ, ഇതില്ലെങ്കിൽ ഈ വോൾട്ടേജിനും ഇൻഡക്ടറിനും പകരം ഡയറക്റ്റ് ഇവിടെ ഒരു കറണ്ട് സോഴ്സ് വരച്ച് വെച്ചാലും കുഴപ്പമില്ല. ബട്ട് വോൾട്ടേജ് സോഴ്സാണ് വരക്കുന്നതെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഇൻഡക്ടർ ഇൻ സീരീസ് വിത്ത് ദി വോൾട്ടേജ് സോഴ്സ്. ഇനി നോക്കാം, നമ്മൾ VSI അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് അല്ലേ. കറണ്ട് ഫ്ലോ ആണ് I. അപ്പോൾ നമ്മൾ T1ഉം T2 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ലോഡിൽ ഇങ്ങനെ, അതായത് താഴോട്ട് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ. ഇനി നമ്മൾ T3യും T4ഉം ഓൺ ആക്കുന്നെങ്കിലോ, ഇതുവഴി വന്ന് T3 വഴി പോയി, അല്ല T3 വഴി കയറി ഇങ്ങനെ വന്ന് ഇതുവഴി പോയി T4. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് കണ്ടക്ഷൻ, അതായത് നേരെ മുകളിലോട്ട്. അപ്പോൾ T1 T2 ഓൺ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് താഴോട്ടാണ് കറണ്ട് ഡയറക്ഷൻ കിട്ടിയത്. ഓക്കെ, ഇനി T3 T4 ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ടാണ് അല്ലേ. അപ്പോൾ T1 T2 കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ T3 T4 കറണ്ട് ഡയറക്ഷൻ റിവേഴ്സാണ്. നമ്മുടെ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് നിന്ന് ഇങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള കറണ്ട് കിട്ടി അല്ലേ. ഇത് കറണ്ടിൻ്റെ വേവ് ഫോമാണ്. ദാറ്റ്സ് വൈ വി ആർ കൺവേർട്ടിങ് ദിസ് കോൺസ്റ്റൻറ്റ് DC കറണ്ട് ടു എ AC കറണ്ട്. ഓക്കെ, ഇനി അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേവ് ഫോം നോക്കാം. ഇതാണ് ഇൻപുട്ട് കറണ്ടിൻ്റെ വേവ് ഫോം. ഇൻപുട്ട് കോൺസ്റ്റൻ്റ് ആണ്. ത്രൂ ഔട്ട് ദ ടൈം ഇൻപുട്ട് കറണ്ട് ഈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതാണ് I0 ലോഡ് കറണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു T1 T2 ഓൺ ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട്, അല്ലെങ്കിൽ താഴോട്ടുള്ള കറണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. ഇനി T3 T4 ആകുമ്പോൾ കറണ്ട് ഡയറക്ഷൻ നേരെ റിവേഴ്സായി, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവിലേക്ക് വരച്ചു. വീണ്ടും T1 T2 T3 T4 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പ്ലസ്സും മൈനസും ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC കറണ്ടിനെ എന്താക്കി? ഫ്ലക്ച്വേഷനുള്ള
ഞങ്ങൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന എ സി കറണ്ടാക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇനി ഈ V0 നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഈ ഒരു വേവ് ഫോംസ് എങ്ങനെയാണ് കിട്ടിയെന്നാണ് അടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിൻ്റ് ഉണ്ട്, അത് ഞാൻ സ്ലൈഡിൽ വെക്കാൻ വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് നോട്ട്സ് എഴുതുമ്പോൾ എഴുതുക. അസ്യൂം ദാറ്റ് ലോഡ് കൺസിസ്റ്റ് ഓഫ് എ കപ്പാസിറ്റർ. നമ്മുടെ ലോഡിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു വേവ് ഫോം വരയ്ക്കുന്നത്. ഓക്കെ, ദെർഫോർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ I0 ലോഡ് കറണ്ട് I0 = C dV0/dt ആയിരിക്കും അല്ലേ. I = C dV/dt. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ആയതുകൊണ്ട് C dV0/dt. ഓക്കെ, ഇനി ആസ് I0 നമ്മുടെ I0 എന്താണ്, ലോഡ് കറണ്ട് ഈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ലോഡ് കൂടിയാലും ലോഡ് കുറഞ്ഞാലൊക്കെ കറണ്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ദെർഫോർ സ്ലോപ്പ് ഈ dV0/dt എന്ത് പറയും, നമ്മൾ സ്ലോപ്പ് എന്ന് പറയും അല്ലേ. അല്ലാടോ, സ്ലോപ്പ് അല്ലേ, ഡെറിവേറ്റീവിനാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ്. dV0/dt മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ് ഫോർ എവറി ഹാഫ് സൈക്കിൾ. അപ്പോൾ ഓരോ ഹാഫ് സൈക്കിളിലും ഈ dV0/dt എന്നുള്ളത് എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി എന്താണ്, ദിസ് സ്ലോപ്പ് ഈസ് പോസിറ്റീവ് ഫ്രം 0 to T/2 ആൻഡ് നെഗറ്റീവ് ഫ്രം T/2 to T. അപ്പോൾ അതുകൊണ്ട് നമ്മൾ V0ൻ്റെ വേവ് വരക്കുമ്പോൾ എന്താണ്, T1 T2 സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും, T3 T4 സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും, വീണ്ടും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് വോൾട്ടേജിന് ഈ ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജിന്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് നോക്കുക. നമ്മൾ വോൾട്ടേജ് സോഴ്സ് VSIയിലാണെങ്കിൽ വോൾട്ടേജ് എന്തായിരുന്നു, ഇങ്ങനെയല്ലേ വോൾട്ടേജ് ഉണ്ടായിരുന്നത് അല്ലേ. കറണ്ടായിരുന്നു ഇങ്ങനെ ഇൻക്രീസും ഡിക്രീസിങ് ആയിരുന്നത്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് കറണ്ട് സ്ക്വയർ വേവായി അല്ലെങ്കിൽ സ്ക്വയറായി, വോൾട്ടേജ് എന്താണ് വിത്ത് സ്ലോപ്പ് dV0/dt സ്ലോപ്പിലുള്ള ലൈൻസായി. ഓക്കെ, ഇനി വി ഔട്ടും there should be a relation between V out and V in. ഓക്കെ, അതെന്താണ്, T1ഉം T2, അതായത് ഓക്കെ നമ്മളെ സ്വിച്ച് T1ഉം T2 ഓൺ ചെയ്യുമ്പം, അത് ഈ ഒരു പാത്തിൽ T1 T2 ഓൺ ചെയ്യുമ്പം V in എന്തായിരിക്കും, V in ആയിരിക്കും V0. ഓക്കെ, നേരെ മറിച്ച് T3 T4 ആകുമ്പോൾ V in = -V0 ആയിരിക്കും. ഓക്കെ, നോക്കുക, അതായത് ഞാൻ പറഞ്ഞു T1 T2 V in = V0, T3 T4 V in = -V0. അപ്പോൾ V in = V0, V in = -V0. V in = V0 വരുമ്പം എന്താണ്, T1 T2 ടൈമിൽ V0യും V നും സെയിം തന്നെ വരച്ചു അല്ലേ, സെയിം ഗ്രാഫ് വരച്ചു, ഇത് തന്നെയാണ്. ഇനി T3 T4 ആകുമ്പോൾ V എന്ന് പറയുന്നത് എന്തായിരിക്കും, V0ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് -V0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയായിരിക്കും സ്ലോപ്പ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് V ഇന്നിൻ്റെ ഗ്രാഫ് ഈ ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഫോംസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ നിങ്ങളുടെ ജസ്റ്റ് ഒരു ഹെഡിങ് മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ. അപ്പം ഒരു കറണ്ട് സോഴ്സ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് CSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വരക്കാം. അതുപോലെ ഈ റിയാക്ടർ മറക്കരുത്, അതിൻ്റെ കാര്യം എടുത്ത് പറയാം. ഇനി ഈ ഒരു വേവ് ഫോംസ് കൂടി വരച്ച് വെക്കാം. ഇത് നോക്കാം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ്, ഹിയർ തൈറിസ്റ്റർ ഈസ് ടു ബി ഐഡിയൽ. നമ്മൾ ലോസ് ഒന്നുമില്ല, ഐഡിയൽ തൈറിസ്റ്ററാണ്, അതുകൊണ്ടാണ് അങ്ങനെ സ്ക്വയർ ആയിട്ട് വേവ് ഫോം വരുന്നത്. ഓക്കെ, വേറെ എന്താ, ദ സോഴ്സ് കൺസിസ്റ്റ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് E ആൻഡ് എ ലാർജ് ഇൻഡക്ടർ L. അതായത് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പ്ലസ് മൈനസ് E ഉണ്ട്, അതിനൊരു ലാർജ് ഇൻഡക്ടർ ഉണ്ട് ഇൻ സീരീസ് വിത്ത് ഇറ്റ്, സീരീസ് ആയിട്ട്. ദ ഫങ്ഷൻ ഓഫ് ഹൈ ഇംപിഡൻസ് റിയാക്ടർ, ഇതിനാണ് പറയുന്നത് ഹൈ ഇംപിഡൻസ് റിയാക്ടർ ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്. എന്തിനാ, ഈസ് ടു, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഈസ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് കറണ്ട് അറ്റ് ദി ഇൻപുട്ട് ടെർമിനൽസ് ഓഫ് CSI. അപ്പോൾ CSIയിൽ
കോൺസ്റ്റൻറ്റ് കറണ്ട് കിട്ടാൻ വേണ്ടി, ഇൻപുട്ട് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലാർജ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ കൺവെർട്ടർ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിന് പകരം വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറായി മാറും. ഓക്കെ, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. T1 T2 ഓൺ ആകുമ്പോൾ പോസിറ്റീവാണ്, T3 കറണ്ട് നെഗറ്റീവാണ്. അതുപോലെ V1 V0 അപ്പം T1 T2 ഓൺ ആകുമ്പം V1 -V0 T3 T4 കണ്ടക്ട് ചെയ്യുമ്പോൾ അങ്ങനെ. ഇനി വേറൊരു പോയിൻ്റ് പറയുന്നത് ദ പവർ ഫ്ലോസ് ഫ്രം സോഴ്സ് ടു ലോഡ്. നമ്മുടെ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പവർ ഫ്ലോ ഉണ്ടാവും എപ്പോഴാണ്? നമ്മളെ Vin ഇൻപുട്ട് ആവറേജ് ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അതുപോലെ ആവറേജ് ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ മറിച്ച് ലോഡിൽ നിന്ന് സോഴ്സിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതൊന്നുമില്ല, പോസിറ്റീവ് പറഞ്ഞാൽ കൂടുതലുണ്ടാകുമ്പോൾ എവിടെ നിന്നാണോ കൂടുതലുള്ളത് അവിടെ നിന്ന് കുറവുള്ളിടത്തേക്ക് അല്ലേ. അപ്പം വി ഇൻപുട്ട് കൂടുതലാണെങ്കിൽ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക്, വി ഇൻപുട്ട് കുറവാണെങ്കിൽ ലോഡിൽ നിന്ന് സോഴ്സിലേക്ക്. അപ്പോൾ ഇതങ്ങനെ പറയാം. ആ ഒരു പോയിൻ്റ് പറയാനുള്ള റീസൺ നമ്മുടെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് യൂസ് ചെയ്യും. റീജനറേറ്റീവ് ബ്രേക്കിംഗ്, അതായത് നമ്മൾ ട്രെയിൻസൊക്കെ ഇല്ലേ, അപ്പോൾ അതിൽ ബ്രേക്കിംഗ് പറയുന്നത് മെക്കാനിക്കൽ ബ്രേക്സിന് പകരം മെക്കാനിക്കൽ ബ്രേക്കിംഗ് മാത്രമല്ല ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് കൂടി ഉണ്ടാവും. അതായത് നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന പവർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും നേരം നമ്മൾ ഒരു പവർ കൊടുത്തിട്ട് നമ്മളെ DC മോട്ടറോ അല്ലെങ്കിൽ AC എന്തോ ആയിക്കോട്ടെ അതിനെ മോട്ടറായിട്ടാണ് ആക്ട് ചെയ്തത്. നമ്മൾ പവർ കൊടുക്കും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. നേരെ മറിച്ച് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഷാഫ്റ്റ് നമ്മുടെ ഇപ്പം ട്രെയിനിൻ്റെ കേസാണെങ്കിൽ ട്രെയിനിൻ്റെ ആ ഒരു ഇനേർഷ്യ കൊണ്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, റീജനറേറ്റീവ് ബ്രേക്കിങ്സ്. അപ്പോൾ അങ്ങനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ഈ ഒരു കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ത്രീ ഫേസ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ പോലും നോക്കുക, കറണ്ട് സോഴ്സ് ഞാൻ പറഞ്ഞു ഒരു കറണ്ടാണ് വരച്ചിരിക്കുന്നത്. ഒന്നിക്കൽ വോൾട്ടേജ് വിത്ത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വരക്കാം. അതിന് പകരം ഇവിടെ ഇവർ വരച്ചിരിക്കുന്നത് ഒരു കറണ്ട് സോഴ്സാണ്. അപ്പം ഇവിടെ എന്തുണ്ട്, 6 സ്വിച്ചസ് ഉണ്ട്. നമ്മൾ ത്രീ ഫേസ് കൺവെർട്ടർ പോലെ. ബാക്കി ഒരു ലോഡ്, ഒരു കപ്പാസിറ്റി, ഫിൽറ്റർ. ഇതാണ് കറണ്ട് ത്രീ ഫേസ് ഒന്നും അങ്ങനെ ചോദിക്കില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ആണ്. അതും എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് എങ്ങനെയാണ് എക്സൈറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, അത് ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരാം, അത് വായിച്ച് നോക്കുക. അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കാത്തത്. നമുക്ക് സിംഗിൾ ഫേസ് VSI മെയിനായിട്ട് പഠിക്കുക, ത്രീ ഫേസ് VSIയുടെ ഈ ഒരു ഫിഗർ പഠിക്കുക. എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും വേണം, നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇനി കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സ് എന്താണ്, ത്രീ ഫേസിൻ്റെയാണ് വരച്ചിരിക്കുന്നത്. 3 S1 S3 2 സ്വിച്ചസിൻ്റെ കേസ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജൊക്കെയാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഹാർമോണിക് സ്പെക്ട്രം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് മെയിനായിട്ട് ഈ ഒരു പോർഷനിൽ വരുന്നത് എക്സ്പ്ലെയിൻ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് എക്സ്പ്ലെയിൻ CSI കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കമ്പയർ CSI ആൻഡ് VSI. ഈ 2 ക്വസ്റ്റ്യൻസാണ് ഞാൻ മുന്നേ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ത്രീ ഫേസ് CSI ചോദിച്ചാലും ഈ വേവ് ഫോം വരച്ചിട്ട് നിങ്ങളിത് വായിച്ച് നോക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് നമ്മുടെ തേർഡ് മൊഡ്യൂൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഫോർത്ത് മൊഡ്യൂളിലെ പോർഷൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻസ് ഉണ്ട്. അതും ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതാണ്, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓക്കെ, അത് നമുക്ക് നോക്കിയിട്ട് ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.